ഇനി ഞാനൊരു മിമിക്രി അവതരിപ്പിക്കണോ എന്നുള്ളതാണ്. വേണോ? ഇതെല്ലാം നിങ്ങൾ ടി വിയിലൂടെ കണ്ടതായിരിക്കും. പക്ഷേ ഒരിക്കൽ കൂടി അവതരിപ്പിച്ചാൽ നിങ്ങൾക്ക് ബോറില്ല എങ്കിൽ ഞാൻ റെഡി. ശരി, അങ്ങനെയാണെങ്കിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ ഒരു ഗുരുനാഥന തുല്യം ഞാൻ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. ശരിക്കും എൻ്റെ പാട്ടിലെ ഗുരുവാണ് അദ്ദേഹം, നമ്മുടെ ശ്രീകുട്ടേട്ടൻ. നിങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MG ശ്രീകുമാർ. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രത്തിൽ അദ്ദേഹം പിന്നെ ഈണം പകർന്ന ഒരു ചിത്രത്തിൽ എനിക്ക് പാടാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ എന്നെ കൊണ്ട് വെറുതെ പാടിപ്പിക്കരുത്. അപ്പോൾ ശ്രീകുട്ടേട്ടൻ്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശരാശരി മനസ്സിലേക്ക് സ്വാഗതം. സംഗതിയൊക്കെ ഉണ്ടല്ലോ, ഒന്നും പോയിട്ടില്ലല്ലോ അല്ലേ? താങ്ക് യു. നരേന്ദ്രപ്രസാദ് സാറിൻ്റെ ശബ്ദം എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. പക്ഷേ പ്രസാദ് സാറിനെ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന് ഞാൻ ടി വിയിലൂടെ കാണിച്ചാണ്. വളരെ ഈസി ആയിട്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വേറൊന്നുമല്ല, ആദ്യം തന്നെ 2 നാരങ്ങ എടുക്കുക, ഇങ്ങനെ ചുവരിലേക്ക് എറിഞ്ഞു പിടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൈകളുടെ സംഭവം റെഡിയായി കിട്ടും. ഇത് മാത്രമല്ല, പുള്ളിയുടെ ഫേസിൻ്റെ എക്സ്പ്രഷൻ വരാൻ വേണ്ടിയിട്ട് മുന്നിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ കൊഞ്ഞനം കുത്തുക. എന്നിട്ട് പാറപ്പുറത്ത് ചുരട്ടേറ്റ് പിടിക്കുന്ന സൗണ്ടാണ്. ഇനി ആ ശബ്ദത്തിലേക്ക് കടക്കുകയാണ്. 16 കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണ് വാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറന്ന് മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കണിമംഗലം കോവിലകത്തിൻ്റെ നാശം അത് പൂർണ്ണമാകട്ടെ, അതിൻ്റെ മേൽക്കൂര നിലമ്പൊത്തട്ടെ, എന്നിട്ട് ആലോചിക്കാം അപ്പൻ്റെ വാക്കുമാറ്റുന്ന കാര്യം. ഇനി എനിക്കൊന്നും പറയാനില്ല, കേൾക്കാനും. ആയുസ്സിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക. ആയുഷ്മാൻ ഭവ. ഇനി നമ്മുടെ മധുസാറിനെ പഠിക്കാൻ വളരെ ഈസിയാണ്. ഭാവാഭിനയ ചക്രവർത്തിയാണ്. ഈ ഭാവാഭിനയം എന്ന് പറഞ്ഞാൽ പാണ്ഡിലോറിക്കൊക്കെയാണ് വന്ന് തള്ളിയിട്ട് പോകുന്നത്. അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഭാവാഭിനയം പോലും നമ്മൾ നോക്കി പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ കഴിയും. ആദ്യം പുള്ളിയുടെ നടത്ത പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട. സൈക്കിള് വിട്ടാൽ അറിയാമല്ലോ, കൈകൊണ്ട് സൈക്കിള് വിട്ടാൽ ഇനി പ്രത്യേകിച്ച് പഠിപ്പിക്കണ്ടല്ലോ. ബ്രേക്ക്, തിരിച്ചു കറക്കുക, റിവേഴ്സ്. ഇനി ഇടത്തേക്കാൽ ആർക്കും വേണ്ട, അതെടുത്ത് എറിഞ്ഞ് നടക്കുക. രാഘവ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ കല്യാണിയമ്മയുടെ മകൾ രാജലക്ഷ്മിയുമായി നിനക്കെന്താടാ ബന്ധം? ചോദിച്ചത് കേട്ടില്ലേ? പ്രേമമൊന്നും മണ്ണാങ്കട്ടെന്നും പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്കവൾ വേണ്ടതായി. ഇല്ലടാ പട്ടി, പൊക്കോന്റെ മുമ്പിൽ നിന്ന് പോകാൻ. ഇനി നമ്മുടെ ആരാധനായ മുഖ്യമന്ത്രിയുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാം. പക്ഷേ അതെങ്ങനെ പഠിക്കുക എന്നുള്ളത് വളരെ ഈസിയാണ്. പട്ടച്ചാരം കഴിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ലെങ്കിൽ ഇനി പഠിക്കുക. ജസ്റ്റ് പട്ടച്ചാര എടുക്കുക, അതിൻ്റെ ആ കുപ്പി ഒന്ന് മൂടി ഒന്ന് തുറക്കുമ്പോഴത്തേന് അതിനൊന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ പുള്ളിയുടെ മുഖത്ത് വരുന്ന ആ എക്സ്പ്രഷൻ നോക്കൂ. സ്മെല്ല് ചെയ്യുമ്പോൾ ഈ ഇതാണെങ്കിൽ ഒരല്പം ഉള്ളിലേക്ക് സേവിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ബോഡിയിലുണ്ടാകുന്ന മാറ്റമാണ് കറക്റ്റ് VS ആയിട്ട് മാറും. കേരളത്തിൻ്റെ വരുന്ന ചില്ലുവാനം മാസവും കേരളത്തിൻ്റെ ധോണി ഞാൻ തന്നെയാ. പിന്നെ പിണങ്ങാറായിക്ക് ഇപ്പോൾ സേവാങ്കിൻ്റെ അവസ്ഥയാകൂ. ടീമിലുണ്ടോ? ഒണ്ട. കളിക്കുന്നുണ്ടോ? ഇല്ല. മുട കണ്ടാൽ എടപെടുമണ്ണ.
ഇനി ദേവാസുര എന്ന ചിത്രത്തിൽ ലാലേട്ടൻ, നെപ്പോളിയൻ, ചിത്ര ഇവർ 3 പേരുമായിട്ടുള്ള ഒരു സംഭാഷണം. അതിനു മുമ്പ് നമ്മുടെ ഇപ്പോൾ കൽപ്പന ചേച്ചി മലയാളത്തിലെ നമ്പർ 1 എന്താണ് കോമഡി താരമാണ്. അതിനുശേഷം വന്ന ബിന്ദു പണിക്കരുടെ ശബ്ദം ഞാനിവിടെ അവതരിപ്പിക്കാം. എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു. അതെങ്ങനെ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. ഇനി ദേവാസുര എന്ന ചിത്രത്തിലെ നെപ്പോളിയൻ, ചിത്ര, ലാലേട്ടൻ ഇവർ 3 പേരോടായിട്ടുള്ള ഒരു ചെറിയൊരു സീനാണ്. ഒരുപാട് കാലമായടി നീ ഒരു മോഹമായിട്ട് എൻ്റെ മനസ്സിൽ കയറിയിട്ട്. ആദ്യം നീലകണ്ഠൻ, പിന്നെ എൻ്റെ അമ്മാവൻ. ഇനി 7 ആർക്കെങ്കിലും നീ പാവിരിക്കുന്നെങ്കിൽ അതെനിക്ക് തന്നെ ആയിരിക്കണം. അതിനുള്ള യോഗ്യനും ഞാൻ തന്നെ അടി. യോഗ്യത 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറകും ഇല്ലാതെ നീലകണ്ഠന് ഒരു ചുക്കും ചെയ്യാൻ തനിക്കാവില്ല. അപ്പം നിർത്തടി. ചത്താലും തീരില്ല അവൻ്റെ മഹത്വം. അവൻ്റെ മരണം എനിക്ക് വ്രതമാടി, വ്രതം. നേരെ പോവുകയാണ് മംഗലശ്ശേരിയിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ അറിയാലോ ലാലേട്ടൻ്റെ അവസ്ഥ, കൈയൊക്കെ ഒടിഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. നീലകണ്ഠ, നീ ചത്തിട്ടില്ല എന്നറിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം. ശേഖര, ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. ഇല്ലടാ, നീ അലങ്കോലമാക്കിയ അതേ ഉത്സവം. ഇത്രയും പുരുഷാരവം നോക്കി നിൽക്കേ ഞാൻ നിന്നെ തല്ലാൻ പോവുക. പാട്ടിയെ തല്ലുന്ന മാതിരി തിരിച്ച് കയ്യെങ്ങാൻ ഉയർത്തിയാൽ പടക്കം കത്തുന്ന മാതിരി കത്തും. താങ്ക് യു. ഇനി ലാലേട്ടൻ്റെ അച്ഛനും മോനുമായിട്ട് അഭിനയിച്ച ചിത്രത്തിൻ്റെ പേരെന്തുവാ? രാവണപ്രഭു. അതിലെ അച്ഛൻ കഥാപാത്രം. എല്ലാം ചെയ്തിട്ടേ പോകൂ. എന്താടോ താൻ നന്നാവാത്തെ? അനായാസേന മരണം, വിനാദൈന്യ ജീവിതം. ദേഹിമത് കൃപയ ദ്വയേ ഭക്തിമഞ്ചല. അനായാസമായ മരണം, ദീനമില്ലാത്ത ജീവിതം. നിന്നിൽ അചഞ്ചല ഭക്തനായി എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരീപതയെന്ന് പ്രാർത്ഥിച്ചു കൂടേണ്ട കാലമായി. ശേഖര, വഴി മാറടാ മുണ്ടക്കൽ ശേഖര. ഇനി മമ്മൂക്ക. ആദ്യം മമ്മൂക്കയുടെ ആ ചന്തുവിലെ ഡയലോഗ്, അതിനുശേഷം ഇപ്പോഴത്തെ ഉള്ള സംഭവങ്ങൾ പറയാം. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇരുമ്പാണ് തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പൊന്മൺ കൊടുത്തവൻ ചന്തു. മാറ്റം തുരുവ് ചോദിച്ചപ്പോ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തമ്മ. ഞരമ്പെല്ലാം വലിഞ്ഞു മുറുകി പൊട്ടും, ബാക്കിയൊക്കെ എടുക്കണമെങ്കിൽ എന്നെ കൊണ്ടും കഴിയില്ല. ഇനി മമ്മൂക്ക ഇപ്പോഴത്തെ ഇംഗ്ലീഷൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കിട്ടില്ല ഇംഗ്ലീഷാ. അതായത് സ്റ്റീൽ പാത്രം എടുത്ത് തറയിട്ട് കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിൽ ഉരുണ്ട് പോകും, അതായിരിക്കും പുള്ളിയുടെ ഇംഗ്ലീഷ്. എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങൾക്കറിയാമെന്തോ. അതാവണമടാ പോലീസ്. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? ഇനി തള്ളെ കലിപ്പുകളെ തീരണില്ലല്ല. രാജമാണിക്ക് അവിടെ കൊടുത്തു. ഇനി ആര് വേണം? മുകേഷ് ഏട്ടൻ. മുകേഷ്. നെല്ല് പുല്ല്. എനിക്ക് അളിയനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കട്ടെ? അളിയൻ ഇപ്പോഴും ആ പഴയ പരിപാടിയൊക്കെ ഉണ്ടല്ലേ? അതൊക്കെ പോട്ട് അളിയ, നീ ആ വരുന്ന ചരക്കനെ കണ്ട കൊള്ളാല്ലേ? നീ നോക്കിക്കോ, ഇന്നേക്ക് 7 ദിവസത്തിനകം അവളെ ഞാൻ എൻ്റെ വലയെ വീഴ്ത്തിയേക്കും. അതിനു മുമ്പ് അളിയൻ അവളെ വലയെ വീഴ്ത്തിയേക്കല്ലേ. ഇനി ജഗദീഷ് ചേട്ടൻ്റെ അറിയാലോ. എക്സ്ക്യൂസ് മീ, അത് ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? വരട്ടെ. ഇനി ആസീസ്, ജഗതി എല്ലാം ചെയ്യാം. ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടെ സ്പീഡ് ജഗദീഷ്. ഇത് ക്ലിയർ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ജയനെയാണ് ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഇവർ 2 പേരും വന്നത്. റെഡി?
അപ്പൊ അത് ക്ലിയർ ആയി. ഇനി ആരാ വേണ്ടേ? അസീസ്. അസീസ് ഡ്യൂട്ടി കഴിയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഇവൻ തല്ലിയെന്ന് കേട്ടു. ഇവൻ വെറും സർക്കിളാ, വട്ട 0. ഓക്കെ ആണോ? അപ്പൊ ഇനിയും വേണോന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വെയിറ്റ് ചെയ്യണേ. ഇവളെ ഞാൻ അറിയും. ഇവളുടെ അമ്മയുടെ ഫോട്ടോ കാണിച്ച് കുറേ നാളെന്നെ ഇട്ട് കറക്കിയതാ. ഇനി ആരാ വേണ്ട? ജഗതി ശ്രീകുമാർ. എന്തുവാണ് ഇവിടെ വെട്ടം വിളിച്ചൊന്നുമില്ലേ? ഇതാണോ ക്രിക്കറ്റ് കളി? ഒരുത്ത ബാളെടുത്തെറിയുന്നു, മറ്റവൻ അടിച്ച് കളയുന്നു. അടിച്ച് കളയാനാണെങ്കിൽ പിന്നെ എന്തിനാ പുല്ല് കളിക്കുന്നത്? ഇനി കൊച്ചു പ്രേമൻ. പക്ഷേ ആ പട്ടി വിട്ടുള്ള ഏർപ്പാട് അത്ര ശരിയായില്ല കേട്ടോ. പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന് ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ടു വരയ്ക്കുന്ന കുട്ടികളുണ്ട് എന്നുകൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ഏതാ പിന്നെ ഞാനങ്ങോട്ട്. ഇത് സിനിമയിലുള്ള. ഇനി ഈ പുള്ളി നമ്മുടെ പ്രേമൻ ചേട്ടൻ ഒരുപാട് റൈസായുമ്പോൾ ഉള്ള ആ ശബ്ദ വ്യത്യാസം ഞാൻ അവതരിപ്പിക്കാം. ഇനി ജനാർദ്ദനൻ ചേട്ടന്റെ ആ പഴയ ശബ്ദം, വില്ലൻ കഥാപാത്രമായപ്പോൾ ഉള്ള ശബ്ദം നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. എന്റെ പൊട്ട് കർത്താവേ, ഇടാ ഈ CBI കാരെന്ന് പറഞ്ഞാൽ മഹാചറ്റകളാ. ഇനി കൊമേഡിയനായപ്പോൾ ആ ശബ്ദ വ്യത്യാസം ഞാൻ അവതരിപ്പിക്കുകയാണ്. ഓ എന്റെ പൊട്ട് കർത്താവേ, പിടികിട്ടി പിടികിട്ടി. എടാ നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പൻ. ഓ അടിച്ചൊടിക്കടാ അവന്റെ കാല്. എന്റെ കാലല്ലടാ, അവന്റെ കാല്. ഇനി ഞാൻ ഇപ്പോൾ ഈ ഫാഷൻ യുഗമാണ്. ഇപ്പോൾ ഫാഷൻ TV തുറന്നു കഴിഞ്ഞാൽ ഫാഷൻ TV കാണാത്ത ആരും തന്നെ ഇല്ലയെന്ന് എനിക്കറിയാം. കാണുമെന്ന് അങ്ങോട്ട് എഴുതി ബോർഡും കൂടെ വെച്ച് കൊടുക്കണം. എന്തായാലും ഫാഷൻ ഷോ കാണുമ്പോൾ എനിക്ക് കണ്ട അതിൽ കണ്ടപ്പോൾ ആ ഫാഷൻ TV ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു കോമഡി തോന്നി. അത് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കുകയാണ്. ഈ ഫാഷൻ ഷോ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ആദ്യം ആ പയ്യന്മാരുടെ നടത്ത, നമ്മുടെ യുവാക്കളുടെ ആ നടത്ത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അതിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. എന്ത് സ്റ്റൈലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ നടത്ത ആദ്യം അവതരിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് അവർ നടക്കുന്നതെന്നുള്ളത് പിന്നെ ഞാൻ അവതരിപ്പിക്കാം. ആദ്യം ഫാഷൻ ഷോയിലെ ആ പയ്യന്മാരുടെ നടത്ത. പെൺകുട്ടികളുടേതുണ്ട്, പോകരുത്. ആദ്യം പയ്യന്മാരുടെ നടത്ത, എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ നടന്ന് കാണിക്കുന്നതെന്നുള്ളത് രണ്ടാമത് ഞാൻ അവതരിപ്പിക്കുക. അതാണ് ഞാൻ കണ്ടെത്തിയ ഹ്യൂമർ. റെഡി? ശരിക്കും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഈ പയ്യന്മാരുടെ നടത്തേക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് ഭൂമാഫിയക്കാരാണ്, അതായത് വസ്തു ബ്രോക്കർമാരാണ്. ഈ വസ്തു ബ്രോക്കർമാർ എന്തെല്ലാം രീതിയിലൊക്കെ ചെയ്യുന്നുള്ള അവരാണ് ട്രെയിനിങ് കൊടുക്കുന്നതെങ്കിൽ ഈ പയ്യന്മാരുടെ ഈ ആംഗ്യം കാണിപ്പൊക്കെ എന്തായിരിക്കും? റെഡി? രണ്ടാഞ്ഞല്, 3 തെങ്ങ്. ബിസിനസ് ഓക്കെ. ഇനി പെൺകുട്ടികളുടെ കാര്യം പറയേണ്ടതില്ല. ആ പെൺകുട്ടികളുടെ നടത്ത നമുക്ക് ആദ്യമായിട്ട് കാണാം. അത് നടന്നു കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കില്ല. റെഡി? പെൺകുട്ടികളുടെ നടത്ത എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നുള്ള അടുത്ത്. റെഡി? ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്നുള്ളതാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ വോളിയം കുറച്ചാൽ മതി. ബാക്കി ഞാൻ ഏറ്റ അനൂപേ. റെഡി?
ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ എങ്ങനെയുണ്ട്? എനിക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. താങ്ക് യു.